ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ ശക്തമായ ആയുധമാണ് ഈ സ്വാർത്ഥത. എനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത. എന്നാൽ ആ നരകസർപ്പത്തിൻ്റെ തല തകർക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ആദിമസഭ വിശ്വാസികൾ ചെയ്ത കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 44 തൊട്ട് 45 വരെ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്ന് കരുതുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. അപ്പസ്തോല പ്രവർത്തനം 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവക ആയിരുന്നു. അപ്പസ്തോലന്മാർ ഒരിക്കലും നിങ്ങൾ ദശാംശം കൊടുക്കണം, നിങ്ങൾ ദശാംശം കൊടുത്താൽ ദൈവം നിങ്ങളെ 100 ഇരട്ടി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ല. കാരണം ദശാംശം എന്നുള്ള സംവിധാനം പഴയ നിയമത്തിലേത് വീണ്ടും സ്ഥാപിച്ചാൽ ഇതുപോലെ എല്ലാം പൊതുവകയായി എണ്ണുകയില്ല. പഴയ നിയമത്തിൽ യഹൂദന്മാർ പലപ്പോഴും ദൈവത്തിന് കൊടുത്തത് ഒരു പ്രത്യേക മനോഭാവത്തോടെയാണ്. ഞാൻ ദശാംശം കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് എൻ്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കുമല്ലോ എന്നുള്ള ചിന്തയാലാണ് പലരും ദശാംശം പഴയ നിയമത്തിൽ കൊടുത്തത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം കൊടുക്കുന്ന കാര്യം പോലും പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണ് ഒരുവൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിച്ചത്. എല്ലാറ്റിലും 10 കൊടുക്കണം. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്വന്തമാക്കണം, ആ ചിന്തയ്ക്ക് അങ്ങ് വേരറുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിച്ചു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുക്കട്ടെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, നിർബന്ധത്താലേ അരുത്. അതായത് പുതിയ നിയമത്തിലൊരു വിശ്വാസി എത്ര കൊടുക്കണം, എത്ര ശതമാനം കൊടുക്കണം, ആ കാര്യത്തിൽ ആരും ഒരു പ്രത്യേക ഉപദേശം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് എന്തു കൊടുക്കണം എന്ന് പ്രേരിപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ മനുഷ്യരല്ല നിങ്ങൾ ഇത്ര % കൊടുക്കണമെന്ന് പറയുന്നു. ലോകത്തിൽ മനുഷ്യരുടെ ദ്രവ്യാഗ്രഹം അത്രമാത്രം വലുതായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ആദിമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദശാംശം കൊടുത്താൽ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ചിന്തയല്ല. പിന്നെയോ അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അവർക്കുള്ളതെല്ലാം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. ഇത്ര ശതമാനം കൊടുത്ത് ഇരട്ടി ശതമാനം വാങ്ങുക എന്നുള്ള ചിന്തയല്ല. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ സ്വാർത്ഥതയെ മരിപ്പിക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. സാമ്പത്തിക മേഖലയിലും നമ്മെ നിയന്ത്രിക്കേണ്ടത്, നടത്തേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. മറ്റു വ്യക്തികളാകാൻ പാടില്ല. മറ്റു വ്യക്തികൾ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ കുടുങ്ങാൻ പാടില്ല. കാരണം എല്ലാ മേഖലയും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. ഇനിയിപ്പോൾ ഒരാൾ ദശാംശം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും അവന് അത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഓരോ വ്യക്തിക്കും എത്രയാണ് കൊടുക്കേണ്ടത് അത് തീരുമാനിക്കാൻ അവന് അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ളവർ അതിൽ കൈകടത്താൻ പാടില്ല. ഓക്കെ, 2 കൊരിന്ത്യർ 9-ാം അധ്യായം 7-ാം വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുക്കട്ടെ. ഹൃദയത്തിൽ ആരാണ് പ്രേരണ തരേണ്ടത്? പരിശുദ്ധാത്മാവ്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. റോമാലേഖനം 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. അത് NIV നിന്ന് വായിക്കുന്നു.
ബിക്കോസ് ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ആർ സൺസ് ഓഫ് ഗാഡ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മഹാഭാഗ്യ പദവിയാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. നമുക്കെല്ലാവർക്കും മാനുഷിക പിതാക്കളുണ്ട്, അവർക്ക് പരിമിതികളുണ്ട്. വേണ്ട പോലെ നമ്മെ സ്നേഹിക്കാൻ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ പരിപൂർണതയുള്ള ഒരു സ്വർഗീയ പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് നല്ലൊരു വഴികാട്ടിയെ ഈ സ്നേഹനിധിയായ പിതാവ് തന്നിരിക്കുന്നു. ആരാണ് ഈ ഗൈഡ്? ആരാണ് ഈ വഴികാട്ടി? പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. അത് NIV-യിൽ നിന്ന് വായിക്കുന്നു. ബിക്കോസ് ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ആർ സൺസ് ഓഫ് ഗാഡ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മഹാഭാഗ്യ പദവിയാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. നമുക്കെല്ലാവർക്കും മാനുഷിക പിതാക്കളുണ്ട്, അവർക്ക് പരിമിതികളുണ്ട്. വേണ്ട പോലെ നമ്മെ സ്നേഹിക്കാൻ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ പരിപൂർണതയുള്ള ഒരു സ്വർഗീയ പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് നല്ലൊരു വഴികാട്ടിയെ ഈ സ്നേഹനിധിയായ പിതാവ് തന്നിരിക്കുന്നു. ആരാണ് ഈ ഗൈഡ്? ആരാണ് ഈ വഴികാട്ടി? പരിശുദ്ധാത്മാവാണ്. നോക്കൂ, വഴിയറിയാതെ കൊടുങ്കാട്ടിൽപ്പെട്ട ഒരു മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി അറിയുന്ന ഒരു മനുഷ്യൻ അവിടെ വന്നു. ഇദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം. എത്ര സന്തോഷം! വഴിയറിയാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ല ഗൈഡിന് കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും. വലിയ മഞ്ഞ്, കടലിൽ കപ്പൽ എങ്ങനെ കരയിലേക്ക് വരണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അപ്പോഴതാ അങ്ങകലെ കരയിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് പ്രകാശം മനസ്സിലായി. ആ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഈ കപ്പലിനെ തിരിച്ചുവിട്ടാൽ കരയിലെത്താം. ഈ ലോകത്തിലെ അന്ധകാരത്തിൽ വക്രതയും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ, ചതിവും കളവും കപടഭക്തിയും ജാടയും ഒക്കെ തിങ്ങി നിറഞ്ഞ ഈ ലോകത്തിൽ വഴിതെറ്റാതെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ഏറ്റവും ബെസ്റ്റായൊരു വഴികാട്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ്. ഈ ലോകത്തിൽ മനുഷ്യരായ ഒട്ടനവധി ഗൈഡുകളുണ്ട്. അവർക്കൊക്കെ അപൂർണതകളുണ്ട്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ച് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവെന്ന വഴികാട്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ബെസ്റ്റ് വഴികാട്ടിയെ അനുസരിച്ച് ആരാണോ നടക്കുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. കേവലം പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്, ആത്മനിറവുണ്ട് എന്ന് അഭിമാനിക്കുന്നവർ മാത്രമല്ല, ദൈവാത്മാവിനെ ഓരോ ദിവസവും ഫോളോ ചെയ്യുന്നവർ, അനുഗമിക്കുന്നവർ, അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് എന്നത് ഒരു ഉപകരണമല്ല, ഒരു ടൂളല്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മളല്ല പരിശുദ്ധാത്മാവിനെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും, മറിച്ച് പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ചിലർ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിനൊരു പ്രത്യേക സമയത്ത് മാത്രം അവർക്ക് ഉപയോഗിക്കാം, പിന്നെ അത് കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാം. അങ്ങനെയല്ല. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നാം ദൈവാത്മാവിനെ നടത്തുകയല്ല, ദൈവാത്മാവ് നമ്മെ നടത്തണം. നോക്കൂ, ഈ ലോകത്തിൽ നമുക്ക് മാർഗനിർദ്ദേശികൾ ആവശ്യമാണ്. നല്ലൊരു പാസ്റ്റർ,
ഒരു യഥാർത്ഥ പ്രവാചകനുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ അനുഭവ സമ്പത്തുള്ള മുതിർന്ന വിശ്വാസികൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ അവർക്കൊക്കെ തെറ്റുപറ്റാം. അതുകൊണ്ട് ഇനി മാനുഷികമായ ഉപദേശത്തിൽ ആരും പാളിപ്പോകാതിരിക്കുവാൻ ഒരിക്കലും തെറ്റുപറ്റാത്ത പരിശുദ്ധാത്മാവ് എന്ന ഗൈഡിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? അവർ ദൈവാത്മാവിൽ ആശ്രയിക്കുന്നു, ദൈവാത്മാവിനെ അനുസരിക്കുന്നു. ഇന്ന് പലരും, ദൈവമക്കൾ എന്ന് പറയുന്ന പലരും, ജീവിതത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ പ്രവാചകന്മാർ എന്ന് പേരെടുത്തിരിക്കുന്ന പലരുടെയും അടുക്കലേക്കാണ് ഓടുന്നത്. അതിൽ പരിശുദ്ധാത്മാവ് എത്രമാത്രം വേദനിക്കുന്നു. ഏറ്റവും ബെസ്റ്റായൊരു വഴികാട്ടിയെ ദൈവം നമുക്ക് തന്നിരിക്കെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുർഘടങ്ങളിലും ആപത്തിലും അനർത്ഥത്തിലും നമ്മെ കൈപ്പിടിച്ച് നടത്തുവാൻ ശക്തനും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യവുമുള്ള പരിശുദ്ധാത്മാവുള്ളപ്പോൾ മറ്റു വ്യക്തികളെ ആശ്രയിക്കുക അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. പ്രവാചകന്മാരില്ലെന്നോ ദൈവസഭയിൽ നമുക്ക് ഉപദേശം പറഞ്ഞു തരാൻ മറ്റു വ്യക്തികളില്ല, അവരൊന്നും വേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവരിൽ ആശ്രയിക്കുന്നതിനേക്കാളൊക്കെ അധികമായി ഓരോ വ്യക്തിയും ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവാത്മാവിനെ അനുസരിക്കണം. ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല. കല്യാണത്തിൻ്റെ കാര്യം വന്നു, ആരെ കല്യാണം കഴിക്കണം, ആ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ദിവസവും ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമുക്ക് ആവശ്യമാണ്. കാരണം ഈ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമുക്ക് വഴി പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ഒരു വ്യാജപ്രവാചകൻ്റെ അടുത്ത് പോയാൽ പലരും ഇന്ന് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ വിശ്വസിക്കാവുന്ന ഒരു ഗൈഡുണ്ട്, സത്യാത്മാവാണ്. സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ശകലം സത്യമല്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് നടത്തും. ആ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ ആ അഭിഷേകം തന്നെ നമ്മളെ എല്ലാ കാര്യവും പഠിപ്പിക്കും. ഇത്രയും നല്ല ഒരു ഗൈഡ് നമുക്കുള്ളപ്പോൾ, ആ സഹായകനുള്ളപ്പോൾ നമ്മൾ അനാഥരല്ല. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നട്ടം തിരിയേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ആലോചന, ഏറ്റവും ബെസ്റ്റ് നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് കൊടുക്കുന്നത്. അതിനേക്കാളും മികച്ച ഒരാലോചനയോ ഒരു ഉപദേശമോ ഒരു പാസ്റ്റർക്കും ഒരു പ്രവാചകനും തരാൻ സാധ്യമല്ല. യോഹന്നാൻ 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. 1 യോഹന്നാൻ 2:20 നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് വ്യാജമല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. 1 യോഹന്നാൻ 2:20 നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് വ്യാജമല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. റോമാലേഖനം 8:14 പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഈ വാക്യം തൊട്ട് മുമ്പിലുള്ള വാക്യവുമായി ബന്ധമുണ്ട്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് താഴെ എഴുതിയിരിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ആ സ്വഭാവത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതായത് ചിലർ വിവാഹത്തിൻ്റെ സന്ദർഭം വന്നാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കും, അത് നല്ല കാര്യം. ഏത് ജോലി തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവരുണ്ട്, നല്ല കാര്യം. ആരാധനയ്ക്ക് ഏതു പാട്ട് പാടണം, ഏതു വാക്യം ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിക്കണം,
ഈ വക കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവരുണ്ട്. അത് ആവശ്യമാണ്, നല്ലതാണ്. ഇതുപോലെ ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും. എന്നാൽ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നതല്ല. പിന്നെയോ, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അങ്ങനെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, അതിൻ്റെ വിശദീകരണമാണ് 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് താഴെ. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. ലളിതമായിട്ട് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിനാണ് ഇവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, നേരത്തെ പറഞ്ഞ പോലെ വിവാഹമോ ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യത്തിൽ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുക, അതല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെയോ, ജീവിതത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തെ കീഴടക്കി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെയാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ജീവിതത്തിലൊരു പ്രത്യേക തീരുമാനം, കല്യാണമോ ബിസിനസ്സോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരൊക്കെ ഉണ്ട്. അത് നല്ല കാര്യമാണ്. അതൊന്നല്ല ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ദൈവാത്മാവിനെ അനുസരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ മക്കൾ. ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. ഇങ്ങനെയുള്ള ദൈവമക്കളെ സംബന്ധിച്ച് അവർ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല, അവരെപ്പോഴും ദൈവാത്മാവിനെ അനുസരിക്കുകയാണ്. കാരണം ജഡം എപ്പോഴും സജീവമായതുകൊണ്ട് എപ്പോഴും ദൈവാത്മാവിനെ അനുസരിച്ചാൽ മാത്രമേ, ദൈവാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കീഴ്വഴങ്ങിയാൽ മാത്രമേ അവർക്ക് ഓരോ ദിവസവും ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് വിജയകരമായി ജീവിക്കാൻ സാധിക്കൂ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ചില പ്രത്യേക കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മാർഗനിർദ്ദേശം തരും. ശമരിയായിൽ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ആത്മാവ് പറഞ്ഞു, ഗസയ്ക്കുള്ള വിജനദേശത്തേക്ക് നീ പോകണം. അവിടെ പോയപ്പോൾ ഇതാ ഒരു ഷണ്ടൻ തേരിൽ യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ് ഫിലിപ്പോസിനോട്, ആ തേരിനോട് ചേർന്ന് നടക്കണം. തേരിനോട് ചേർന്ന് നടന്നു. സുവിശേഷം ഈ ഷണ്ടനോട് പറഞ്ഞു. ഒടുവിൽ ഷണ്ടൻ സ്നാനപ്പെട്ടു. പക്ഷേ പിന്നെ എല്ലാ ദിവസവും പറയുകയില്ല പരിശുദ്ധാത്മാവ് തേരിനോട് ചേർന്ന് നടക്കുവാൻ. കാരണം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ നിയോഗിച്ചയക്കുന്നു. അത് കഴിഞ്ഞു. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നുള്ളത് ഒരു ദിവസം മാത്രം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. അതെല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നു, നല്ല കാര്യമാണ്. അതുകൊണ്ട് നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് അർത്ഥമില്ല. ഞാൻ ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. ഉടനെ പരിശുദ്ധാത്മാവ് നിർദ്ദേശം തന്നു, നീ ഇന്നത് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാൻ ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ്റെ വിവാഹ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം, അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചതുകൊണ്ട് അവർ ആത്മീയരാകണമെന്നോ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം എന്നോ നിർബന്ധമൊന്നുമില്ല. അനുദിന ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്നവരാണ് സാക്ഷാൽ ദൈവമക്കൾ. എന്താണ് ദൈവാത്മാവ് നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം? ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിനാൽ മരിപ്പിക്കുക, അതാണ് ദൈവാത്മാവ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം.
അത് രണ്ടും ഒരുമിച്ചാണ്. ഇംഗ്ലീഷ് ചില തർജ്ജമയിൽ 4 എന്ന് കാണാം. 14-ാം വാക്യം വാസ്തവത്തിൽ 13-ാം വാക്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അത് പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, 13-14 ഒന്നുകൂടി ചേർത്ത് വായിക്കൂ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ചിലർ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാതെ അതിനെ സജീവമാക്കിക്കൊണ്ട് തന്നെ ആത്മീയതയുടെ വേഷം ധരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്നൊരു വാക്യം തന്നു, ഇപ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് ഇന്ന വ്യക്തിയോടൊരു പ്രവചനം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾവിക്കാർക്ക് ഒരു പ്രത്യേക ആനന്ദം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വൈകാരികത ഇളക്കുന്ന പല പദപ്രയോഗങ്ങളും നടത്തുന്നവരുണ്ട്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ ദൈവാത്മാവ് എന്നെ ഹേമിച്ചു, ദൈവാത്മാവ് എനിക്ക് ഇന്നൊരു കാര്യം പ്രകാശിപ്പിച്ചു തന്നു എന്നൊക്കെ പറയുന്നു. നോക്കൂ, അനുദിന ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേദിയിലോ നിന്നുകൊണ്ട് മറ്റു വ്യക്തികളെ ആകർഷിക്കാനായി ഇതാ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനം കാണിച്ചു തരുന്നു, വാക്യം പ്രകാശിപ്പിച്ചു തരുന്നു, വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമാണ്. തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ തരും. എപ്പോൾ? പ്രസംഗിക്കുമ്പോൾ മാത്രമാണോ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്, പ്രേരണ തരുന്നത്? അല്ലാത്ത സമയത്തൊന്നുമില്ലേ? ജനത്തെ ആകർഷിക്കുന്ന പദപ്രയോഗങ്ങൾ ഇതാ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു. ഒരു വാക്യം വായിച്ച കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതാ പറയുന്നു പറഞ്ഞാൽ പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവരും കൊള്ളാം, എന്താ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഒരു വചനം വായിക്കുമ്പോഴോ ചിലർക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റും വരാറില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് കാണുന്നത്. പ്രവചനമില്ലെന്നോ പരിശുദ്ധാത്മാവ് നമ്മളോട് അതൊന്നല്ല പറയുന്നു. ഏറ്റവും മുഖ്യം എന്താണ്? ഒരുവൻ ദൈവമകനാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിൻ്റെ ശക്തിയാൽ മരിപ്പിക്കുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ ദൈവമകൻ. പ്രസംഗിക്കുന്നവർക്കും ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞവർക്കും ഏത് കാപഠ്യവും കാണിക്കാൻ സാധിക്കും. ഇത് തിരിച്ചറിയാതെ ഇന്ന് അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കേൾക്കുവാൻ കൗതുകകരമായി ചില ഭാഷാപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിൽ പലരും വീണുപോവുകയാണ്. പക്ഷേ അങ്ങനെ നാം കബളിപ്പിക്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു വഴികാട്ടിയുണ്ട്, സത്യാത്മാവുണ്ട്, സകല സത്യത്തിലും വഴി നടത്തും. ഈ സത്യാത്മാവിനാൽ നാം നിറഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്ന സകല ജാടയും ജാടയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ല, നമ്മളിലും കുറച്ച് ജാടയുണ്ടെങ്കിലോ ജാടയുള്ളവൻ ജാട കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവർക്കും വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, സ്വകാര്യ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് നമ്മുടെ ഈ സ്വകാര്യ താല്പര്യങ്ങൾ നിറവേറാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോവുക. നമ്മുടെ താല്പര്യങ്ങൾ നിറവേറ്റി തരികയല്ല ദൈവാത്മാവിൻ്റെ ദൗത്യം. അതുകൊണ്ട് ദൈവാത്മാവിനെ അനുസരിച്ച് നമുക്ക് നടക്കണമെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ബലി കഴിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അനേകർക്കും ദൈവാത്മാവിനെ അനുസരിക്കുവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട്, അവർക്ക് അവരുടേതായ രഹസ്യ അജണ്ടയുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും നിറവേറരുത്, അങ്ങ് പറയുന്ന വാക്കുകൾ, അങ്ങ് നയിക്കുന്ന സ്ഥലം, അങ്ങ് എന്താണോ എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നത് അത് മാത്രം എനിക്ക് മതി. എന്തുകൊണ്ട്? ഏറ്റവും നല്ല നിർദ്ദേശം, ഏറ്റവും നല്ല ഗൈഡൻസ് പരിശുദ്ധാത്മാവിനാണ് തരാൻ സാധിക്കുക. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനായിട്ടുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. നമ്മുടെ പദ്ധതികളൊക്കെ തകർത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടുപോകും. അപ്പോൾ നാം യെസ് എന്ന് പറയണം. ഏറ്റവും ബെസ്റ്റ് മാത്രമേ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയുള്ളൂ. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കൾ.
ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് ജഡത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണിച്ചു തരും. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ തൻ്റെ ജഡത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞു. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. ജഡത്തിൻ്റെ ഭീകരരൂപം നമുക്ക് കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ജഡം എത്രമാത്രം അഴുക്ക് നിറഞ്ഞതാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. മാത്രമല്ല, ജഡം എന്നുള്ളത് അടിമുടി വിഷം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ജഡത്തെ ഒരു രീതിയിലും ഉപദേശിച്ച് നന്നാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജഡത്തോട് നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അതിനെ മരിപ്പിക്കുക. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപദേശിച്ച് നന്നാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട്, ജഡത്തിൽ യാതൊരു നന്മയില്ലാത്തതുകൊണ്ട്, ഇനി എത്ര കാലം കഴിഞ്ഞാലും ജഡത്തിൽ ഒരു നന്മയും വന്നു ചേരാത്തതുകൊണ്ട് ഇതിനെ മരിപ്പിക്കുക മാത്രമേ ചെയ്യാവൂ. അതുമാത്രമാണ് ചെയ്യേണ്ടത്. എങ്ങനെ മരിപ്പിക്കും? ദൈവാത്മാവിനാലാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടത്. ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പറയും ഞങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ഓക്കെ, നല്ല കാര്യം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവുള്ളവരൊക്കെ ദൈവമക്കളാണെന്നല്ല ഈ വാക്യത്തിൽ പറയുന്നത്. എന്താണ്? ദൈവാത്മാവ് നടത്തുന്നവർ, അതായത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രയോജനങ്ങളുണ്ട്. ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒട്ടനവധി പ്രയോജനങ്ങൾ. അതിൽ 6 ജസ്റ്റ് ചിന്തിക്കാം. 1, 13-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. ഇത് നിത്യജീവനാണ്. നാം ദൈവാത്മാവിനെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവൻ, സമൃദ്ധിയായ ജീവൻ, നിത്യജീവൻ. രണ്ടാമതായി നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനവും എപ്പോഴും ഏത് ദിവസവും അനുഭവിക്കാൻ സാധിക്കും. ദൈവരാജ്യം എന്നത് ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. വിഷാദമോഹരായി ജീവിക്കേണ്ട കാര്യമില്ല. ദൈവാത്മാവിനെ അനുസരിക്കുന്നുവെങ്കിൽ, ജഡത്തെ മരിപ്പിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നും ദൈവാത്മാവ് തരുന്ന സമാധാനത്തെ, സന്തോഷത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. നാളേക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് നാമെങ്കിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നാമെങ്കിൽ, ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ അരി വാങ്ങാൻ കാശില്ലല്ലോ, ആ ചിന്തയ്ക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമതായി, നാം പരിശുദ്ധാത്മാവിനനുസരിച്ചാൽ നമുക്ക് ആത്മീയ വളർച്ച ലഭിക്കും. നാം ദൈവാത്മാവിനെ അനുസരിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് 4 വർഷം കഴിഞ്ഞാലും 1 വർഷം കൊണ്ട് ലഭിക്കേണ്ട ആത്മീയ വളർച്ച കിട്ടുകയില്ല. 1-ാം ക്ലാസ്സിൽ 4 വർഷം ഇരിക്കുന്ന കുട്ടിയെ പോലെ നാം മുരടിച്ചിരിക്കും. ആത്മാവ് നമ്മെ ഓരോ വർഷവും വളർച്ചയിലേക്ക്, ആത്മീയ വളർച്ചയിലേക്കാണ് കൈപ്പിടിച്ച് നടത്തുക. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ 40 വർഷമായാലും ആ 40 വർഷത്തെ ആത്മീയ വളർച്ച ആ വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ ഈ 40 വർഷവും ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നേ പറ്റൂ. എന്നാൽ ഈ 40 വർഷം ദൈവാത്മാവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ, അഥവാ ഭാഗികമായി മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ എങ്കിൽ 40 വർഷത്തിൻ്റെ ആത്മീയ വളർച്ചയൊന്നും കാണില്ല. കേവലം 4 വർഷത്തിൻ്റെ ആത്മീയ വളർച്ച മാത്രമേ കാണൂ. നാലാമതായി, നാം ദൈവാത്മാവിനെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കും. ശക്തമായ ദൈവിക ബന്ധം, നമ്മളും കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നത് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നത് നാം ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അഞ്ചാമതായിട്ട്, നാം ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ
വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. പാപവും ജഡവും പിശാചും നമ്മളെ തോൽപ്പിക്കുകയില്ല. മറിച്ച് പാപത്തെയും ജഡത്തെയും പിശാചിനെയും തോൽപ്പിച്ച് നാം വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കും. പ്രലോഭനങ്ങൾ നമ്മെ കൊടുക്കുകയില്ല, പ്രലോഭനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുകയില്ല. മറിച്ച് അതിനെ അതിജീവിച്ച് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കും. ഇനി ആറാമതായി നാം പരിശുദ്ധാത്മാവിനനുസരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മഹാപ്രതിഫലം നമുക്ക് അന്നാളിൽ വാങ്ങാൻ പറ്റും. ഇവിടെ ദൈവാത്മാവിനനുസരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന വിശ്വാസികളാണ് നാം എങ്കിൽ നിത്യതയിൽ സ്വർഗീയ പിതാവിൽ നിന്ന് മഹാപ്രതിഫലം നമുക്ക് വാങ്ങാൻ സാധിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കാണ് ഈ രീതിയിലുള്ള ഭാഗ്യപദവി. ദൈവാത്മാവ് നടത്തുന്ന വിധവും പിശാച് നടത്തുന്ന വിധവും തികച്ചും വ്യത്യസ്തമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ പിശാച് നിർബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിന്, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി മദ്യപിക്കുകയാണ്. മദ്യപിച്ച് അവൻ കുഴഞ്ഞു. പക്ഷേ പിശാച് അവനോട് പറയും, നിർത്തല്ലേ, നീ വീണ്ടും മദ്യപിക്കണം. ഇവന് ആഗ്രഹമില്ലെങ്കിൽ പോലും, ഇവൻ്റെ ശരീരം തികച്ചും ബലഹീനമാണെങ്കിൽ പോലും പിശാചിൻ്റെ പ്രേരണ അതിശക്തമായതുകൊണ്ട് അവനെ ആ കാര്യത്തിന് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് അവൻ വീണ്ടും മദ്യപിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ സ്നേഹത്തോടുകൂടിയ ഒരു മൃദുസ്വരത്തോടു കൂടിയാണ് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. ഹൃദയത്തിൽ മന്ദമായൊരു സ്വരം, ഒരു ആന്തരിക പ്രേരണ, അത് സ്നേഹത്താലുള്ള നിർബന്ധമാണ്. ഈ സ്നേഹത്താലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ സ്വരത്തെ, അവിടുത്തെ ആ പ്രേരണയെ നാം ചെവിക്കൊള്ളാതെ പോയാലോ, അപ്പോൾ പരിശുദ്ധാത്മാവ് ഉടനെ തന്നെ നമ്മെ കൊല്ലുകയല്ല ചെയ്യുന്നത്. ദൈവാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേരണയ്ക്ക് നാം ചെവി കൊടുക്കാതെ നമ്മുടെ സ്വന്തം വഴിക്ക് പോയാൽ നമ്മൾ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു പിതാവ് കരയുകയായിരുന്നു. ഹൃദയവേദനയോടെ കരയുന്നത് കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, എന്താണ് അപ്പച്ച ഇത്രമാത്രം ദുഃഖം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നല്ല ഉപദേശങ്ങളൊന്നും കേൾക്കാതെ അവൻ സ്വന്തം വഴിക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖ നിമിത്തമാണ് ഞാൻ കരയുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം, ആ മൃദുവായ ശബ്ദത്തെ അവഗണിച്ച് നാം പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമുക്ക് തനിയെ നടക്കാനുള്ള വിവേകമില്ല, നമുക്ക് യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിശക്തിയുമില്ല. അതുകൊണ്ടാണ് സകല വിവേകത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായിയായി, നമ്മുടെ വഴികാട്ടിയായി സ്വർഗീയ പിതാവ് തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങൾക്കായി സഹായകനെ, ആശ്വാസപ്രദനെ അയക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ താഴ്ചകൾ വരും, പ്രതിസന്ധികളാകുന്ന തിരമാലകൾ വരും, ചില അഗ്നിശോധനകൾ വരും, എന്തു ചെയ്യണമെന്നറിയാത്ത ഘട്ടങ്ങൾ. അപ്പോഴെല്ലാം നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ശക്തമായ പ്രലോഭനങ്ങളുടെ നടുവിൽ, പരിശുദ്ധാത്മാവ് നമ്മെ ഈ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നാം നശിച്ചു പോകാതെ നമ്മുടെ കൈ പിടിച്ച് അക്കരെ എത്തിക്കും. എത്ര ശക്തമായ ഓളവും തിരമാലയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, പ്രതിസന്ധികൾ പല രൂപത്തിലും ഭാവത്തിലും വന്നാലും, നമുക്കൊരു വഴികാട്ടിയുള്ളതുകൊണ്ട്, നമുക്ക് ഏറ്റവും നല്ലൊരു വഴികാട്ടിയുള്ളതുകൊണ്ട് ഈ വഴികാട്ടി അനുസരിച്ചാൽ ഏത് തീയിൻ്റെ നടുവിലൂടെയും വെന്തുപോകാതെ നോക്കൂ, എത്രയൊരു ആശ്വാസമാണ് നമ്മുടെ ജീവിതം. കാരണം വഴിയറിയാതെ, ലക്ഷ്യമറിയാതെ നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഓളങ്ങൾ തിരമാലകളൊക്കെ വരട്ടെ, ഒരിക്കൽ പോലും നാം അനാഥരല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ വഴി നടത്തുവാൻ, ആ അന്ധകാരത്തിലും പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ തയ്യാറാണ്. ആ ദൈവാത്മാവിനെ നാം അപ്പോഴും അനുസരിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് വിഷയം.
കാരണം ഈ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ കൂടാതെ ഈ വക്രതയും ദുഷ്ടതയും പിശാചും ജഡവും പാപവും നിറഞ്ഞ ലോകത്തിൽ നാം എത്തേണ്ട പാതയിൽ എത്തിച്ചേരാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ദൈവാത്മാവ് നടത്തുന്ന ഏവരും. ഏവരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതാനും ചില സൂപ്പർ ക്രിസ്ത്യൻസിന് മാത്രമുള്ളതല്ല അത്. അവരൊക്കെ ഭയങ്കര പ്രഭാഷകരും ഭയങ്കര പ്രസംഗകരും, എന്താ അഗ്നി ശുശ്രൂഷയല്ലേ, അതുകൊണ്ട് അവർക്കൊക്കെ ഉള്ളതാ. അങ്ങനെയല്ല. എല്ലാ ക്രിസ്ത്യാനും, ഒരുവൻ ക്രിസ്ത്യാനിയാണോ ദൈവ പൈതലാണോ അവനത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്ത് തീരുമാനം ഞാൻ എടുക്കണം, നമ്മൾ അറിയാതെ വിഷമിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഈ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ശരിയേത് തെറ്റേത് തിരഞ്ഞെടുക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ചിലർ സംശയിക്കും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ട്, നമ്മെ സദാ സഹായിക്കാൻ തയ്യാറുള്ള ഒരു ഗൈഡായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഈ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് അതിന് ഉത്തരം തരും. നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ കാര്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും. അതുകൊണ്ട് തിക്കും തിരക്കോടെ ചില കാര്യങ്ങളിൽ നാം ഒരു കൺക്ലൂഷൻ എത്തരുത്. പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഈ കാര്യത്തിൽ എന്താണോ ആലോചന പറയുന്നത് അതിനായിട്ടൊന്ന് കാത്തിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിന് ഉത്തരം ലഭിക്കും. അത് തെറ്റുകയില്ല. കാരണം നമ്മെ സഹായിക്കുക എന്നുള്ളതാണ്, നമ്മെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവാത്മാവാണ് ഇത് പറഞ്ഞത് എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടാകാം. ഈ വ്യാജപ്രവാചകന്മാരൊക്കെ കൊടുങ്ങുന്നത് അങ്ങനെയാണ്. അവരുടെ സ്വന്തം ബുദ്ധിയിലെ ചില ആശയങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവാണ് എന്നോട് ഇപ്രകാരം സംസാരിച്ചതെന്നാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് 6 വഴികളുണ്ട്. അതിനേക്കാൾ കൂടുതലുണ്ട്. ഒന്നാമതായി, നാം ചെയ്ത ഒരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് തിരിച്ചറിയാൻ ഒന്നാമത്തെ പരിശോധന ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൗത്യം ഇതാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. നാം ചെയ്ത ആ കാര്യത്തിലൂടെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ചെയ്യാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ചെയ്ത ആ കാര്യത്തിലൂടെ പരിശുദ്ധാത്മാവിനല്ല മഹത്വം കിട്ടിയത്, എനിക്ക് തന്നെയാണ് മഹത്വം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നല്ല വന്നത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം യേശുവിനെ മഹത്വപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെയോ ഒരുവൻ്റെ പ്രൊജക്റ്റോ ഒരുവൻ്റെ മറ്റെന്തെങ്കിലും നേട്ടങ്ങളെയോ ഒരു സഭാ സംഘടനയെയോ ഇങ്ങനെയുള്ള യാതൊന്നിനെയും പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുകയില്ല. പിന്നെയോ യേശുവിനെയാണ് പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുക. യോഹന്നാൻ 16:14 അവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് അവൻ എന്നെ, അതായത് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. ഏതെങ്കിലും തത്വചിന്തയെ മഹത്വപ്പെടുത്തുകയില്ല, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ നാം ചെയ്ത പ്രവൃത്തിയിലൂടെ യേശുവിന് മഹത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്ന ആലോചന പ്രാവർത്തികമാക്കി സംശയിക്കേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ ചില കൃപാവരത്താൽ ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകൾ അവർക്ക് വെളിപ്പെടുത്താൻ സാധിച്ചു എന്ന് വരാം. അപ്പസ്തലനായ പത്രോസിന് ആ മന്ത്രവാദിയായ ശീമോൻ്റെ അവസ്ഥ അറിയാമായിരുന്നു. അവൻ അനീതിയുടെ ബന്ധനത്തിൽ കിടക്കുകയാണ്. അത് പറയാതെ തന്നെ മനസ്സിലായി. എന്നാൽ ആരാ ദൈവത്തിൻ്റെ മക്കൾ? പ്രവാചകൻ നടത്തുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. അതാണോ അവിടെ എഴുതിയിരിക്കുന്നത്? കുറവുകൾ വെളിപ്പെടുത്തുന്ന പ്രവാചകനെ ആശ്രയിക്കുന്നവനാണ് ദൈവമക്കൾ എന്നല്ല ഇവിടെ പറയുന്നത്. പിന്നെ എന്താ? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. അപ്പം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ വെളിപ്പെടുത്തി കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക തീരുമാനം എടുക്കാനും നമ്മൾ ഏത് പ്രവാചകനെ ആശ്രയിക്കണം? പരിശുദ്ധാത്മാവിനെ. അപ്പം ഇന്ന് ഒരു വിഭാഗം ചെയ്യുന്നത് അവരുടെ കുറവുകൾ വെളിപ്പെടുത്തി കിട്ടാൻ അവർക്ക് വരുന്ന ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾക്കും വേണ്ടി അവരെന്താ ചെയ്യുന്നത്?
പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നത്. ഇതൊക്കെ വെളിപ്പെടുത്തി തരാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികളുടെ അരികിലേക്ക് പോവുകയാണ്. വെറുതെ പോയാൽ പറ്റില്ല കേട്ടോ. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ തന്നെ നാം നടക്കുന്ന അടിയിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റുകളും കുറവുകളും ബോധ്യപ്പെടുത്തും. അതിനാണ് ഈ സഹായകൻ നിരന്തരമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഇതേ വലിയൊരു ശുശ്രൂഷകൻ വരുന്നുണ്ട് കേട്ടോ. ശുശ്രൂഷകൻ വന്നു, കുറവുകൾ വെളിപ്പെടുത്തി, ശരി, വെളിപ്പെടുത്തി അദ്ദേഹം പോയി. പിന്നെ നമുക്ക് കുറവുകളില്ലേ? ഈ കുറവുകൾ എല്ലാ ദിവസവും നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. നമുക്ക് എല്ലാ ദിവസവും ഗൈഡൻസ് ആവശ്യമാണ്. ഒരു വിശ്വാസിക്ക് ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവായിട്ട് ബന്ധം വരണം. അതാണ് ഇവിടുത്തെ വിഷയം. ഒരു വ്യക്തിയിൽ ആശ്രയിക്കാം. എത്ര കൃപാവരമുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയായാലും ആ വ്യക്തികളിൽ ആശ്രയിക്കാൻ പാടില്ല. അതായത് നമ്മുടെ ചിന്ത ഇതാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിട്ടാണോ ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തത് എന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമതായി, നാം ചെയ്ത കാര്യം തിരുവചനാനുസൃതമായിരുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്ന ആലോചനയാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അവിടുത്തെ വചനമാണ് സത്യം. അതുകൊണ്ട് നാം ചെയ്തൊരു കാര്യം തിരുവചനത്തിൽ പറഞ്ഞതിന് അനുസൃതമായിട്ടാണ് എങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് നാം ആ കാര്യം ചെയ്തത്. അല്ല, വചന വിപരീതമായിട്ടാണ് നാം പ്രവർത്തിച്ചത് എങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിട്ടല്ല, സ്വന്തം ബോധ്യമനുസരിച്ചാണ് ആ കാര്യത്തിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. യോഹന്നാൻ 17:17 നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ വചനാനുസൃതമായ കാര്യങ്ങളാണെങ്കിൽ അത് ആത്മാവിൽ നിന്ന് വരുന്ന പ്രേരണയാണ്. മൂന്നാമതായി, നാം ഒരു കാര്യം ചെയ്തതിന് ശേഷം വലിയ കുറ്റബോധവും സങ്കടവും നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ ഉറപ്പാക്കാം നാം ദൈവാത്മാവിന് വിരോധമായിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെ പറഞ്ഞതുപോലെ ദൈവരാജ്യം എന്നത് ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. റോമാലേഖനം 8:6 പറയുന്നത് ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് നാം വലിയ കുറ്റബോധത്താൽ നിറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവാത്മാവിനെ അനുസരിച്ചിട്ടല്ല ആ പ്രവൃത്തി ചെയ്തത്, നമ്മുടെ ജഡത്തെ അനുസരിച്ചാണ് ആ പ്രവൃത്തി ചെയ്തത്. എന്നാൽ ദൈവാത്മാവിനെ അനുസരിച്ചാണ് നാം ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ വലിയൊരു സംതൃപ്തി, വലിയ ദൈവിക സന്തോഷം, സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയും. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം ഒരു പ്രത്യേക കാര്യം ചെയ്തതിന് ശേഷം നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ചെയ്ത കാര്യത്തിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് നാം മുന്നോട്ട് പോയത്. ഓരോ ശനിയാഴ്ചയും കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ടിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാലും ഇന്ന് കേട്ട കാര്യങ്ങൾ നമുക്ക് ആ നോട്ട്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓർമ്മയിൽ വരും. കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്, പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരാ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. നാം ഇവിടെ വരുന്നത് ജസ്റ്റ് ഒരു പ്രസംഗം കേട്ട് പോകുക എന്നുള്ളതല്ല, നമ്മൾ പഠിക്കാനാണ് വരുന്നത്. ഇത് ബൈബിൾ ക്ലാസ്സാണ്. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. റോമാലേഖനം 8:12-15 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതിൻ്റെ തെളിവെന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. കേവലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നവർ മാത്രമല്ല ദൈവമക്കൾ, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവ് എനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന ധാരാളം പേരുണ്ട്, നല്ല കാര്യം. പക്ഷെ ദൈവമക്കളുടെ യോഗ്യത ഇവിടെ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഒരു പ്രത്യേക കാര്യം ദൈവാത്മ പ്രേരണയാലാണോ ഞാൻ ചെയ്തത്? ചിലരൊക്കെ വ്യാജപ്രവചനങ്ങൾ പറഞ്ഞ് ഇത് പരിശുദ്ധാത്മാവാണ് എനിക്ക് ഈ ഒരു ആലോചന തന്നത് എന്ന് അവർ കബളിപ്പിക്കപ്പെടാറുണ്ട്. അവർ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതോടൊപ്പം അവർ സ്വയം കബളിപ്പിക്കപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രേരണയാലാണോ ഞാൻ ചെയ്തത്?
അതോ എൻ്റെ മാനുഷിക ബുദ്ധി പ്രകാരമാണോ നാം ചെയ്തത്? അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് 6 കാര്യങ്ങളുണ്ട്. അതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് നാം ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ കാര്യത്തിലൂടെ ദൈവനാമത്തിന് മഹത്വം ലഭിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാന ദൗത്യം യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഒരു പ്രത്യേക കാര്യം കൊണ്ട് എനിക്കല്ല മഹത്വം കിട്ടുന്നത്, മറിച്ച് കർത്താവിനാണ് എങ്കിൽ പരിശുദ്ധാത്മാവാണ് അതിന് പ്രേരണ തന്നിരിക്കുന്നത്. മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു സംഘടനയെയോ ഒരു പ്രത്യേക ആശയത്തെയോ ഒരു പ്രത്യേക വ്യക്തിയെയോ ആ വ്യക്തി ചെയ്ത നേട്ടങ്ങളെയോ മഹത്വപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും സംഘടനയുടെ പ്രൊജക്റ്റിനെ മഹത്വപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും യേശു ക്രിസ്തുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ. രണ്ടാമതായി, നാം ചെയ്ത കാര്യം ദൈവാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണോ എന്ന് ചെക്ക് ചെയ്യാൻ നാം വചനാനുസൃതമാണോ പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. അതുകൊണ്ട് നാം ചെയ്ത കാര്യങ്ങൾ എഴുതപ്പെട്ട തിരുവചനത്തിന് നിരക്കുന്നതാണ് എങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ്. അല്ല എങ്കിൽ വചനവിരുദ്ധമായൊരു പ്രവചനമോ വചനവിരുദ്ധമായ വാക്കോ പ്രവൃത്തിയോ ആണ് എങ്കിൽ ദൈവാത്മാവിൽ നിന്നല്ല അത് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. ഇനി പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ നാം ഒരു കാര്യം ചെയ്തത് എന്നറിയാനുള്ള മറ്റൊരു വഴി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് നാം ഒരു കാര്യം ചെയ്തത് എങ്കിൽ ആ കാര്യത്തിന് മറ്റാരും പ്രോത്സാഹനം തന്നില്ല എങ്കിലും അത് നല്ലതാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചില്ല എങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നാം ഒരു കാര്യം ചെയ്താൽ വലിയ സംതൃപ്തിയും സമാധാനവും ചൈതന്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. കാരണം ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. മനുഷ്യരതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതല്ല. ദൈവരാജ്യം എന്നത് ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും അത്രേ. എന്നാൽ നാം ചെയ്തൊരു കാര്യം ദൈവാത്മാവിന് വിരുദ്ധമാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങും. കാരണം നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയല്ല ചെയ്തത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധാത്മാവ് വേദനിച്ചാൽ മൊത്തം നമ്മുടെ ശരീരവും വേദനിക്കും. ദേഹം ദേഹി ആത്മാവിൽ അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ദൈവഹിതപ്രകാരമാണ് ചെയ്തത് എങ്കിൽ നമുക്ക് വ്യക്തിപരമായ നഷ്ടം വന്നാലും ആ കാര്യം ചെയ്യുക വഴി അപമാനം നമുക്ക് ഏൽക്കേണ്ടി വന്നാലും നമുക്ക് സന്തോഷമാണ്. മറിയം, ദൈവത്തിൻ്റെ ആത്മാവ് അവളോടൊരു കാര്യം പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ നിഴലിട്ടപ്പോൾ അവൾ ഗർഭം ധരിച്ചു. നാട്ടുകാരെന്ത് പറയും? നോ പ്രോബ്ലം. കാരണം പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾക്ക് ഈ മഹാഭാഗ്യം ലഭിച്ചത്. അല്ലാതെ ചിലർ കരുതുന്ന പോലെ മറിയ ഗർഭവതിയായപ്പോൾ ആകെ പേടിച്ചും നാണിച്ചും ഞാൻ ലോകത്തിന് മുമ്പാകെ ഒരു അപമാനപാത്രമായി എന്ന് ലജ്ജിച്ചിട്ടല്ല അവൾ ജീവിച്ചത്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനമാണ്. വേറെ ഒരു സ്ത്രീക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് അവൾക്ക് കിട്ടിയത്. നാലാമതായി, നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ ചിട്ടകൾ, നാം നമുക്കായി ഉണ്ടാക്കിയ ചിട്ടകൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ ലംഘിക്കാൻ തയ്യാറാകണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ 4 മണിക്ക് പ്രാർത്ഥിക്കണം, ഒരു കൃത്യനിഷ്ഠയുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, രാത്രി 2 മണിക്ക് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സഹോദരൻ പറയുന്നില്ല, ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമല്ല, 4 മണിയാണ് എൻ്റെ സമയം. പക്ഷേ ദൈവാത്മാവിനനുസരിക്കുന്ന വ്യക്തി 2 മണിക്ക് എഴുന്നേൽക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ചിട്ടകളും നാം നമുക്കായി ഉണ്ടാക്കുന്ന ചില നിയമങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾക്കും നാം ഉണ്ടാക്കിയ ചിട്ടകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതിൻ്റെ അർത്ഥം നാം നമുക്ക് വേണ്ടി നല്ല ചിട്ടകൾ ഉണ്ടാക്കരുത് എന്നല്ല. ഇപ്പോൾ ഒരു സഹോദരനെ സംബന്ധിച്ച് ഞായറാഴ്ച ആരാധന ഒരിക്കലും മുടക്കുകയില്ല. എന്നാൽ ഒരു ദിവസം സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോൾ വഴിവെക്കിൽ ഒരു മനുഷ്യൻ പരിക്കേറ്റ് കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വ്യക്തിയെ നീ ശുശ്രൂഷിക്കണം, ആസ്പത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ദൈവാത്മാവിന് പ്രേരണ അനുസരിച്ച് ആ മുറിവേറ്റ മനുഷ്യനെ ഈ വിശ്വാസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. തദ്ഫലമായി
അന്നത്തെ ആരാധനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹൃദയത്തിൽ വലിയ സംതൃപ്തിയാണ്. ഞാൻ ദൈവാത്മാവിനെ അനുസരിച്ചു. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം നമ്മോട് പറയുകയാണെങ്കിൽ നാം ഉണ്ടാക്കിയ ചിട്ടകൾ, കൃത്യനിഷ്ഠകൾ അതൊക്കെ കാറ്റിൽ പറത്തുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയാണ്. അഞ്ചാമതായി, നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ എന്ന് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്നത് ആദാമിൻ്റെ പാപപ്രകൃതിയാണ്, സിൻഫുൾ നേച്ചറാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലക്ഷ്യം നമ്മുടെ പ്രാകൃത സ്വഭാവത്തെ പൂർണ്ണമായി മാറ്റി യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഉള്ളവരാക്കി തീർക്കുക. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയമായിട്ടാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രാകൃത സ്വഭാവം അപ്രത്യക്ഷമാവുകയും യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തവരായി നാം മാറും. എന്ന് വെച്ചാൽ യേശു ക്ഷമിച്ചതുപോലെ, യേശു സഹിച്ചതുപോലെ, യേശു വിശുദ്ധിയിൽ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ആരും എത്തിയിട്ടില്ല. പക്ഷേ ആത്മാവ് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത്. ആറാമതായി, നാം ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് എങ്കിൽ ഈ ഭൂമിയിലെ ഭൗതിക വസ്തുക്കളോട്, വീട്, പറമ്പ്, ഭൗതികമായ മറ്റു കാര്യങ്ങൾ സമ്പാദിക്കണമെന്നുള്ള ചിന്ത, ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കണമെന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് വിമോചനം കിട്ടും. ഉയരത്തിൽ നിന്ന് വന്ന ആത്മാവ് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, മണ്ണിലെ താൽക്കാലികമായ കാര്യങ്ങൾ ചപ്പും ചവറാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തി ഉയരത്തിലെ, സ്വർഗത്തിലെ നിലനിൽക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെ എത്തിപ്പിടിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും ഈ മണ്ണിലെ കാര്യങ്ങൾ, ഇവിടുത്തെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നാൽ ദൈവാത്മാവ് നമ്മെ നയിക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങളോടുള്ള നമ്മുടെ ആസക്തിയും താല്പര്യങ്ങളും അറുത്തുമാറ്റി നമ്മെ സ്വർഗീയന്മാരാക്കുകയാണ്. ഉയരത്തിലെ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആഗ്രഹവും താല്പര്യവുമായിട്ട് മാറുക. നോക്കൂ, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ ലോകത്തിൽ ധാരാളം മനുഷ്യരുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ ആണ്. എന്നാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇത് ബാലപാഠമാണ്. നാം ഒരു കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവമക്കളായിരുന്നില്ല. അന്ന് നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അന്ന് ദൈവാത്മാവിനെയല്ല അനുസരിച്ചത്. ദൈവാത്മാവിനനുസരിക്കുവാൻ ദൈവാത്മാവ് നമ്മിലില്ല. ലോകത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചു. തദ്ഫലമായി നാം ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്നു. ദൈവ മക്കളല്ല, ദൈവക്രോധത്തിൻ്റെ മക്കൾ. എന്നാൽ ദൈവകൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ ലഭിക്കുന്ന പ്രയോജനം എന്താണ്? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ഇപ്പോൾ നാം ദൈവക്രോധത്തിൻ്റെ മക്കളല്ല, പരിശുദ്ധാത്മാവുള്ളവരും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളുമാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യപദവി മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്ക വിധം പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ നേരെ കാണിച്ചിരിക്കുന്നത്. ഈ ഒറ്റ കാര്യം മതി നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ.
1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എഫേസ്യർ 2:3-4 അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇനി ഗലാത്യ 3:26 ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. പണ്ട് രക്ഷിക്കപ്പെടാത്ത കാലത്ത് പരിശുദ്ധാത്മാവ് നമുക്കില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമുക്കില്ല. പിന്നെ പിശാചാണ് നമ്മെ നയിച്ചിരുന്നത്, ലോകമോഹങ്ങളാണ് നമ്മെ നയിച്ചിരുന്നത്, ജഡമോഹങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. ഈ ജഡമോഹങ്ങളും ലോകവും സ്വയവും ഒക്കെ നമ്മെ എങ്ങോട്ടാ നയിച്ചത്? അവർ നമ്മുടെ കൈ പിടിച്ച് എങ്ങോട്ടാ കൊണ്ടുപോയിരുന്നത്? അറുക്കാനുള്ള ആടിനെ കൊണ്ടുപോകുന്നത് പോലെ നമ്മെ നരകത്തിലേക്കാണ് ഇവരെല്ലാം കൊണ്ടുപോയിരുന്നത്. പക്ഷേ നാം രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മക്കളായി. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മെ നടത്തുന്നത് പിശാചല്ല, ജഡമല്ല, ലോകമോഹമല്ല. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് നമ്മുടെ വലതുകരം പിടിച്ച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 73:23-24 സങ്കീർത്തനങ്ങൾ 73:23-24 എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് നാം. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ അവിടത്തേക്കുണ്ടാകും. ഇത് ദുഷ്ടത നിറഞ്ഞ ലോകം, വക്രത നിറഞ്ഞ ലോകം, ധാരാളം ചതിക്കുഴികൾ. വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടിയാണ് ഒരു നല്ല ഗൈഡിനെ, സഹായകനെ, ആശ്വാസപ്രദനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. പാപം ചെയ്യുക, ജഡം പലപ്പോഴും പറയും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, നീ മാത്രം ഒരു അതിവിശുദ്ധനായി ജീവിക്കാൻ എന്തിനാണ് പരിശ്രമിക്കുന്നത്? പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സുബോധം തരും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിക്കേണ്ടി വന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലൂടെ പോവുക. ഇടം വലം തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവ പൈതലിനെ നിയന്ത്രിക്കുകയാണ്. പാപത്തിലേക്ക് ഏതെങ്കിലും വ്യക്തി നമ്മെ നയിക്കുമ്പോൾ, വേണ്ടാത്തൊരു കാര്യം ചെയ്യുവാൻ നമ്മെ ഒരു വ്യക്തി നിർബന്ധിക്കുമ്പോൾ, അത് ഒരുപക്ഷെ വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. പാസ്റ്ററല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് പാപം ചെയ്താൽ നമുക്ക് ദൈവം ഒരു ഇളവും പ്രഖ്യാപിക്കുകയില്ല. ഇന്ന് നാം ആരെയാണ് അനുസരിക്കേണ്ടത്? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമുക്ക് ഏറ്റവും നല്ല ഉപദേശം കേൾക്കാൻ സാധിക്കും. ആരിൽ നിന്ന്? പരിശുദ്ധാത്മാവിൽ നിന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത് കൊണ്ട് ഈ അഭിഷേകം തന്നെ നമ്മെ പഠിപ്പിക്കും. സദൃശവാക്യങ്ങൾ 1-ാം 10-11 വരെ, 13-15 വരെയും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്, ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ പിടിക്കുവാൻ ഒളിച്ചിരിക്കുക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീട് കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും. എന്നിങ്ങനെ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും അരുത്. ഇങ്ങനെ ഒരു പ്രബോധനം നമുക്ക് ആരാണ് തരിക? ദൈവത്തിൻ്റെ ആത്മാവോട് ഇത്തരം ഘട്ടങ്ങളിൽ, ഇതിനോട് തുല്യമായ ഘട്ടങ്ങളിൽ നാം പാപത്തിൽ വീഴാതിരിക്കുവാൻ നമുക്ക് വേണ്ട സുബോധവും നല്ല ആലോചനയും തരുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം പദ്ധതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവാത്മാവിനനുസരിക്കാൻ പറ്റില്ല.